ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വൈഷ്ണവിധൻ. നമ്മുടെ മൂന്നാറിൻ്റെ ഹൃദയഭാഗത്തുള്ള പറക്കാട് നാച്ചുറൽ റിസോർട്ടിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ ആ റിസോർട്ടിൻ്റെ ഭംഗിയും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സ്വർണ്ണമയാണ്. നമ്മുടെ കൃഷ്ണനും അതുപോലെ 2 ആനകളും പിന്നെ ഗണപതിയും ഒക്കെ ഉണ്ട്. ഒക്കെ നല്ല ഗോൾഡൻ ഫിനിഷിങ്ങിലാണ് കേട്ടോ ഇരിക്കുന്നത്. അടിപൊളി അട്രാക്ഷനാണ് കേട്ടോ. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈബാണ്. പറക്കാട് നാച്ചുറൽ റിസോർട്ടിൽ നമ്മൾ 2ാമത്തെ തവണയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ പണ്ടൊട്ടേ കേട്ട് വരുന്നതാണ് പറക്കാടിൻ്റെ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരസ്യങ്ങളൊക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തന്നെയാണ് റിസോർട്ട്. നമ്മൾ ആദ്യം പോയപ്പോൾ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നീട് പോയപ്പോഴാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. ഒരു തവണ പോയാലും നമുക്ക് പിന്നെയും പോകാൻ തോന്നും. എപ്പോൾ പോയി കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റ് പോകുന്ന ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ എല്ലാ കാര്യങ്ങളായാലും അടിപൊളിയാണ്. അവരുടെ സർവീസ് ആയാലും ഫുഡായാലും റൂമായാലും ഒക്കെ അടിപൊളിയാണ്. എനിക്ക് മൂന്നാർ പോയിട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ നിൽക്കാനായിട്ടാണ് കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സ്പോട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളും അതുപോലെ കപ്പിൾസായിട്ട് പോകുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അവിടെ നിന്ന് ഉള്ളൊരു വ്യൂ അത് അടിപൊളിയാണ്. അത് രാവിലെ ആകുമ്പോഴും വൈകുന്നേരം ആകുമ്പോഴും ഏത് സമയത്തായാലും അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുമ്പം. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയപ്പം ഒന്നും കൂടെ മഞ്ഞൊക്കെ ഉള്ള സമയമായിരുന്നു. പക്ഷെ അന്നേരം നമുക്ക് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഇത്തവണ പോയപ്പോൾ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒരുപാട് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കെയാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സുഖം ഒരു തണുപ്പും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഏത് കാലത്തായാലും മൂന്നാറിൽ കുറച്ച് തണുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ലക്ഷറിയാണ്. അതുപോലെ തന്നെ സീസൺ ടൈമിൽ അവർക്ക് നമ്മുടെ റൂമിനൊക്കെ റെൻറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിലും അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റെൻറ്റിൽ റൂമുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് പൈസ കൊടുത്താലും വേണ്ടില്ല, നമുക്ക് എന്നോ ഇല്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ ഇതുപോലെ ലക്ഷറി ലൈഫ് എന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാം കേട്ടോ. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, എല്ലാവരുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്നൊരു എൻജോയ്മെൻറ്റ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ടല്ലേ നമ്മൾ ടൂറൊക്കെ പോകുന്നത്. അപ്പോൾ കുറച്ച് പൈസ കളഞ്ഞാലും കുഴപ്പമില്ല. ഇതുപോലുള്ളൊരു സ്ഥലത്താവുമ്പോൾ പിന്നെ ഒട്ടും കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു വൈബാണ് അവിടെ നിന്ന് പോയപ്പോൾ കിട്ടിയത്. അപ്പോൾ നമ്മളൊരു 2 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പം. 2 മണി കഴിഞ്ഞു നമ്മൾ അവിടെ എത്തി, ഒന്ന് ഫ്രഷായി. പിന്നെ അവർക്ക് 4 മണിക്കൊരു ട്രെക്കിംഗ് ഉണ്ട് കേട്ടോ. അവരുടെ തന്നെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവരുടെ വക തന്നെയാണ് കേട്ടോ. ഒക്കെ നമ്മുടെ ഈ ഒരു പാക്കേജിലുള്ളത് തന്നെയാണ് കേട്ടോ. അവരുടെ റൂമിൽ നമ്മൾ റൂം എടുക്കുമ്പോൾ തന്നെ അതിലുള്ളതാണ് ഈ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ. അവരുടെ തന്നെ പ്രോപ്പർട്ടിയിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം അടിപൊളി ട്രെക്കിങ്ങാണ്, ഓഫ് റോഡ് ട്രെക്കിങ്ങാണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് എന്താ പറയുക, നമ്മൾ അതിനെ ട്രെക്കിങ്ങിനായിട്ട് പോകുമല്ലോ. അപ്പോൾ അത്രയും സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്ഥലമുള്ളൂ. എന്നാലുള്ള സ്ഥലം അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ സ്വിമ്മിംഗ് പൂളൊക്കെ പ്രൈവറ്റ് പൂളല്ല കേട്ടോ. ഇത് എല്ലാവർക്കും കൂടെ വന്നിട്ട് കുളിക്കുന്ന ഒരിതാണ്. അതുപോലെ തന്നെ നമ്മുടെ റൂമുകൾക്കൊക്കെ ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് ആയിട്ടുള്ള പൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അടിപൊളി വൈബാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മൾ പിടിച്ചിരിക്കുകയൊക്കെ വേണം. ഇങ്ങനെ എന്താ പറയുക, വേറൊരു ഫീലല്ലേ ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ. എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഈ ട്രെക്കിംഗ് ആയാലും അതെ അടിപൊളിയായിരുന്നു. 2ാമത്തെ തവണയായിട്ട് പോകുമ്പോഴും ഫസ്റ്റ് പോയി സെക്കൻഡ് ടൈം പോകുമ്പോഴും എനിക്ക് അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. അവർക്ക് 4 മണിക്ക് ശേഷമാണ് ട്രെക്കിങ് തുടങ്ങുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ സ്ഥലം എങ്ങനെയുണ്ടെന്നൊക്കെ കേട്ടോ. അവിടെ നമ്മൾ ഈ ട്രെക്കിങ്ങിലൂടെ പോയി കഴിഞ്ഞ് അവരുടെ ആ പ്രോപ്പർട്ടിയിൽ എത്തിക്കഴിയുമ്പോഴാണ് അവിടെ നമ്മുടെ കേവ് ഹൗസൊക്കെ ഉള്ളത് കേട്ടോ. ഇത് ഇവരുടെ തന്നെയാണ്. അപ്പോൾ അവിടെ 2 റൂമാണ് ആ കേവ് ഹൗസിലുള്ളത്. അത് ഒന്നും കൂടെ ലക്ഷറിയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഗസ്റ്റൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമൊക്കെ കയറി കാണാനായിട്ടൊക്കെ പറ്റും. നമ്മൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ നമ്മൾ റൂമൊക്കെ കയറി കണ്ടിരുന്നു. പക്ഷേ സെക്കൻഡ് ടൈം പോയപ്പോൾ നമുക്ക് കയറാൻ പറ്റിയില്ല, കാരണം അവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവരായിട്ട് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു റിസോർട്ടിൽ പോകുമ്പോൾ ടൈം
ചിലവഴിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരിക്കലും അവിടെ പോയി കഴിഞ്ഞാൽ ബോറടിക്കില്ല. നമുക്ക് ബോറടിക്കാനുള്ള സമയമില്ല, അതാണ് സത്യം. കാരണം എപ്പോഴെപ്പോഴും നമുക്ക് ഓരോരോ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് ബോറടിക്കാനുള്ള സമയമില്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം പോയപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയത്, സെക്കൻഡ് ടൈം പോയപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ 4500 ആയിരുന്നു നമ്മുടെ റൂമിന് വന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ടൈം പോയപ്പോൾ അത് 9500 ഉണ്ടായിരുന്നു കേട്ടോ ഒരു റൂമിന്. നമ്മൾ ക്യാഷ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് തെറ്റൊന്നുമില്ല, കാരണം അടിപൊളി റൂമാണ്, അതുപോലെ തന്നെ നല്ല ലക്ഷറി ഫീലാണ് കേട്ടോ. അപ്പം നമുക്ക് കൊടുക്കുന്ന ക്യാഷ് വർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയി കഴിഞ്ഞപ്പം ഇതുപോലൊരു എന്താ പറയുക 4x4 നമ്മൾ പോയി കഴിഞ്ഞ് തന്നെ കണ്ടില്ലേ, കേവ് ഹൗസാണ്. അപ്പോൾ ഒരു ഭൂതത്തിൻ്റെ വായിലോട്ട് കടന്നു പോകുന്ന പോലെയൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയി. കുറച്ച് പേടിപ്പിക്കുന്ന പോലെയൊക്കെയാണ് അവിടുത്തെ ചില സ്ഥലങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇരുട്ടായി കഴിയുമ്പോഴാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു ഭംഗിയുള്ളത്. പിന്നെ നമ്മൾ അവിടുന്ന് ഇതുപോലെ സൈക്ലിങ്ങും അതുപോലെ തന്നെ ഒരു വല കെട്ടിയിട്ട് അതിൻ്റെ നടുക്കൊക്കെ കൂടെ ഇങ്ങനെ നടന്നു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായി കേട്ടോ. ഫസ്റ്റ് ടൈം പോയപ്പോൾ ഞാനിതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു. സെക്കൻഡ് ടൈം പോയപ്പോഴും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് ധൈര്യം തന്നിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ കയറി നോക്കിയത്. ആദ്യം ഏട്ടനെ കൊണ്ട് കയറ്റിപ്പിച്ചു, എന്നിട്ട് എങ്ങനെയുണ്ട് ഫീൽ ഏട്ടൻ പറയുമ്പോൾ എനിക്ക് ഒന്നും കൂടെ വിശ്വാസമാണ്. അപ്പോൾ ഏട്ടനെ കൊണ്ട് കയറ്റിപ്പിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പം കുഴപ്പമില്ല, അവർ അത്രയും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ്, കാരണം ബെൽറ്റൊക്കെ ഇട്ടിട്ട് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നമ്മളതിനെ അവിടെ കയറ്റുന്നത്. അപ്പോൾ അത് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ചും കൂടെ ഇങ്ങനെ കൂളാക്കിയതിന് ശേഷമാണ് ഞാൻ കയറിയത് കേട്ടോ. പിന്നെ ആദ്യം നല്ല ഹാപ്പി ആയിരുന്നു, അവൻ ഓടി കളിക്കാനും അതുപോലെ തന്നെ അവിടെ കാണാനായിട്ട് മീനുകളും കിളികളും ചെടികളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അവനും അതുപോലെ തന്നെ ചേച്ചിയുടെ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് അവിടെ. അപ്പം ഞാൻ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ പോയി ബെൽറ്റ് ഇടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ചിഹ്റയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നിൽ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ് ഇത് കയറാനായിട്ട്. അപ്പോൾ അവരൊക്കെ ചിരിക്കുകയായിരുന്നു എന്നെ കളിയാക്കിയിട്ട്, കാരണം എന്ത് ഇത്ര പേടിക്കാമെന്ന്. പക്ഷെ അവർ കയറുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നമ്മളൊരാളെ കളിയാക്കൂല, പക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് കയറുമ്പോൾ ഒരു പേടി തന്നെ ഉണ്ടാവുക, അങ്ങനെ അത്ര ഹൈറ്റിലാണത് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ നെറ്റിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോഴും കേട്ടോ. ഒരു കമ്പി ഉണ്ട് അവിടെ, ആ കമ്പിയിൽ ചവിട്ടിയിട്ട് വേണം നമ്മളിങ്ങനെ നടക്കാം. കാല് തെന്നിക്കഴിഞ്ഞാൽ എന്തായാലും നെറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വീഴും, കാരണം നമ്മുടെ കാല് കയറിപ്പോകുന്ന അത്രയും ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ആ നെറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് വേണം നടന്നു പോകാനായിട്ട്. അപ്പോൾ ഇതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും വന്നതല്ലേ, ഫസ്റ്റ് ടൈം എന്തായാലും ഒന്നും ട്രൈ ചെയ്തില്ല, ഇനി ഇത് ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാത്തിലും കയറി കേട്ടോ. പേടിയൊക്കെ മാറണമല്ലോ, പണ്ടൊന്നും എനിക്ക് ഇത്ര പേടി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എന്തോ ഭയങ്കര ഒരു ഉൾഭയം, വേണ്ട എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും എന്ത് ചെയ്യാൻ പോകുമ്പോഴും. അപ്പോൾ ഏട്ടനും ഭയങ്കര കൂളായിട്ടാണ് കേട്ടോ. ഏട്ടനാണ് ഇപ്പോൾ ഇത് കയറി നടക്കുമ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് ഒരു കൈ കൊണ്ടൊക്കെ ബാലൻസ് ചെയ്തിട്ടൊക്കെ ഏട്ടനും പിടിച്ച് പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ ഒരാളേനെയും നോക്കാതെ അത്രയും പേടിച്ച് 2 കൈ കൊണ്ടും പിടിച്ചിട്ടൊക്കെ ഉണ്ടോ ഞാൻ പോയത്. എന്നെ ഒരുപാട് ഇങ്ങനെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആരെ മൈൻഡ് ചെയ്യാതെ ഒറ്റ നോട്ടം എവിടേക്കാണ് എത്തേണ്ടത് അവിടേക്ക് മാത്രം നോക്കിയിട്ടാണ് ഞാൻ നടന്നു പോയത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഒരുപാട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കാലിട്ടിട്ട് ഇരിക്കാനും അതുപോലെ കുറേ ഇങ്ങനെ അന്ന് ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല, കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അധികം നേരം നമുക്ക് എവിടെയും അങ്ങനെ നിൽക്കാനുള്ളൊരു സമയം കിട്ടില്ല. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുപാട് ആൾക്കാരായിട്ടാണ് പോയത്. എൻ്റെ ഫാമിലിയും ചേച്ചിയുടെ ഫാമിലിയും ഏട്ടൻ്റെ ഫാമിലിയൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാവുമ്പം കുറേ സമയം അവിടെ ഇവിടെയും ചിലവഴിക്കാനായിട്ടൊന്നും പറ്റിയില്ല. എന്നാലും ഉള്ള സമയം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ തന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ഡേയ്സിലും ഉണ്ട് കേട്ടോ. അവിടെ 7 മണിക്ക് ശേഷം ക്യാമ്പ് ഫയർ ഉണ്ടാവും. അടിപൊളിയാണ്, നമുക്ക് എല്ലാം മറന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു ട്രിപ്പൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളെല്ലാം മറന്ന് എൻജോയ് ചെയ്യുന്നത്. അപ്പം ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലൊക്കെ എല്ലാവരും പോകുമ്പം എല്ലാവരും അതിലേക്ക് ഇറങ്ങി ചെല്ലണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ ഒരു എന്താ പറയുക, നമ്മൾ എവിടേക്കെങ്കിലും പോയതിൻ്റെ ഒരു സന്തോഷം മുഴുവൻ നമുക്ക് കിട്ടുക. അപ്പോൾ രാത്രി എങ്ങനെ ഉണ്ടായിരിക്കും ഇവിടുത്തെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാത്രി ഒന്ന് ഇറങ്ങി നോക്കിയാണ്. ഫുൾ ലൈറ്റിംഗ് ആണ് കേട്ടോ.
പകൽ കാണുമ്പോൾ അത് വേറൊരു ഭംഗി, രാത്രി കാണുമ്പോൾ അത് അതിലേറെ ഭംഗി. ഫുൾ ലൈറ്റ് വെച്ചിട്ടാണ് അവരെല്ലാ ഭാഗങ്ങളും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്. അവിടുത്തെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാത്തിനും ഒരു ഫിനിഷിങ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില സീസൺ അനുസരിച്ച് നമുക്ക് റൂമിൻ്റെ റേറ്റിൽ കുറച്ച് ഒരു ഇത് വരും. അതിപ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ, എങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഓരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണക്കാക്കിയിട്ട് വേണം ഇതുപോലെയുള്ള റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മളിവിടെ കൊടുക്കുന്ന ക്യാഷിന് വർത്തായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് 2 തവണ പോയപ്പോഴും കിട്ടിയത് കേട്ടോ. അവിടുത്തെ എന്താ പറയുക, സ്റ്റാഫുകളും ഒക്കെ ആണെങ്കിലും നമ്മളടുത്ത് നല്ല രീതിയിലാണ് അവർ പെരുമാറുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ രാത്രിക്കാലത്തെ ഒരു വൈബ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നൈറ്റ് ഫുള്ള് അവിടെ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. ക്യാമ്പ് ഫയർ തുടങ്ങുന്നതിൻ്റെ മുൻപായിട്ടാണ് ഞങ്ങളങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടത്. ഇപ്പോൾ ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തണുപ്പ് വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ലൊരു ഫീലായിരുന്നു. ഫ്രണ്ടിലൊക്കെ ഫുൾ ലൈറ്റായിട്ട് നമുക്ക് എന്താ പറയുക, മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഗോൾഡൻ ഫിനിഷിംഗ് ആണ്. മുഴുവൻ കാര്യങ്ങളും അവർ ഈ ഗോൾഡൻ കളറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെട്ടിത്തിളങ്ങായിരുന്നു. അവരുടെ ജ്വല്ലറിയൊക്കെ അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ ജ്വല്ലറിയിലൊക്കെ. അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി ചെന്നാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളാകുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആണല്ലോ ഈ വക കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാനെപ്പോഴും 2 തവണ പോയപ്പോഴും അതിനുള്ളിലൊക്കെ വിസിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ നമ്മൾ റൂം എടുക്കുമ്പോൾ അവർക്ക് നമുക്കൊരു കൂപ്പൺ തരും. അതിൽ നമുക്ക് അവിടുന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ആ ഗിഫ്റ്റ് അവർ തരും. 2 തവണ എനിക്ക് കിട്ടിയത് ഇങ്ങനെ നല്ലൊരു പേളിലുള്ള മാലയായിരുന്നു കേട്ടോ. നമുക്കിഷ്ടമുള്ളത് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഒക്കെ മാലകൾ തന്നെയായിരിക്കും, പക്ഷേ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഒരു റൂം ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ 3 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു റൂമാണിത്. മറ്റ് 2 റൂമുകൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു റൂമിൽ തന്നെയാണ് കൂടുതൽ നേരം ഇരുന്നത് കേട്ടോ. പിന്നെ ഉറങ്ങാനായിട്ടാണ് മറ്റേ റൂമിലേക്കൊക്കെ പോയത് കേട്ടോ. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല, നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വർത്തായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അടിപൊളിയാണ്, നല്ല ലക്ഷറി ഫീലാണ്. അപ്പോൾ അതുപോലുള്ള റിസോർട്ടാകുമ്പം അത്രയും റേറ്റ് വരും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ആ റൂമിലുണ്ട്. നമുക്ക് റൂം, ബാത്റൂം, അതുപോലെ തന്നെ ഒരു ഹാള്, ബാൽക്കണി ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു റൂമിൽ തന്നെ. അപ്പം നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പം ക്യാമ്പ് ഫയർ നടക്കുന്നതാണ് കാണാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് റൂമിൽ നിന്നിട്ട് തന്നെ അടിച്ചു പൊളിക്കാം. അത്രയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളി വൈബായിരുന്നു കേട്ടോ. ക്യാമ്പ് ഫയർ നടക്കുന്ന സമയത്തുള്ള ഫുൾ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ തിമിർക്കുകയായിരുന്നു, അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ മാത്രമേ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വീഡിയോ വരാൻ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. കുറച്ച് സമയം എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇരുന്ന കാരണമുണ്ടാണ് കേട്ടോ വീഡിയോ വരാനായിട്ട് ലേറ്റ് ആയത്. അപ്പം പിന്നെ നമ്മൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരും കേട്ടോ ഫുഡ് ഐറ്റംസിനൊക്കെ. അതിപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ റിസോർട്ടിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ പുറത്തുനിന്നാണ് രാത്രി ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. പിന്നെ രാവിലത്തെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറാണിത്. വീഡിയോയിൽ എത്രത്തോളം പകർത്തിയെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഒരു അടിപൊളി ഫീലാണ്. നമുക്ക് എന്താ പറയുക, ഒരു നല്ല തണുപ്പും അതുപോലെ തന്നെ നമ്മൾ ഫ്രഷായി നമുക്കൊരു 11 മണിയോട് കൂടിയിട്ട് റൂമിൽ നിന്ന് പോകണമായിരുന്നു. അപ്പോൾ ഫ്രഷായി പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് പോയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ റൂമിൽ. എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ. എല്ലാ ഐറ്റംസും പറഞ്ഞാൽ നമുക്ക് എന്താണോ ആവശ്യം അത് മുഴുവൻ അവിടെ ഉണ്ടാവും. ബൊഫേ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളത്ര നമുക്ക് വാങ്ങിച്ച് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ചിക്കനും അതുപോലെ തന്നെ എഗ്ഗും വെജീസും ഒക്കെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടാവും. നമുക്ക് എന്താ വേണ്ടത് അത് മുഴുവൻ നമുക്ക് വയറ് നിറച്ച് കഴിക്കാം, ഒരു ലിമിറ്റും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.